ബജറ്റ് പ്രഖ്യാപനത്തിന് രാജ്യം കാതോർത്തിരിക്കെ കേരളവും പ്രതീക്ഷയിലാണ്. നിലവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് കേരളം ഇന്ന്. ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര ബജറ്റിനെ ഉറ്റുനോക്കുകയാണ് സംസ്ഥാനം. 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് കേരളം ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനരധിവാസം എന്ന ഒരു വലിയ കടമ്പ കേരളത്തിന് മുന്നിലുണ്ട്. 2,000 കോടി രൂപയുടെ പാക്കേജാണ് വയനാടിന് മാത്രം കേരളം പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ വിഴിഞ്ഞം തുറമുഖത്തിന് 5,000 കോടി രൂപയുടെ സഹായവും പ്രതീക്ഷിക്കുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും പ്രധാന തുറമുഖമായി മാറുകയാണ് വിഴിഞ്ഞം. വിഴിഞ്ഞത്തിനായി ഇതുവരെ ചിലവിട്ടത് 8,500 കോടി രൂപയാണ്. ഇതിൽ 5,500 കോടി രൂപയും കേരളത്തിന്റേതാണ്. കേന്ദ്രം അനുവദിച്ച വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കാനും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രവാസി ക്ഷേമത്തിന് 300 കോടി രൂപ വേണമെന്ന ആവശ്യവും സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രവാസികൾ വഴി എത്തുന്ന വിദേശ നാണ്യത്തിന്റെ 21% മലയാളികളുടെ സംഭാവനയാണെന്നിരിക്കെ 300 കോടി രൂപയുടെ സഹായമെങ്കിലും സംസ്ഥാനത്തിന് ലഭിക്കുമെന്നാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്. സമീപകാലത്ത് കേരളത്തിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ 1,000 കോടി രൂപയാണ് ആവശ്യം. ദേശീയപാതയ്ക്കായി ചിലവഴിച്ച 6,000 കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവും കേന്ദ്രത്തിന് മുൻപിൽ കേരളം അവതരിപ്പിച്ചിട്ടുണ്ട്. ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാനം ചിലവിട്ട തുകയാണിത്. സാമ്പത്തികമായി കേന്ദ്രം കേരളത്തെ ഞെരുക്കുകയാണ് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആരോപണം. അതിനാലാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നത്. കേരളം സ്വന്തം വരുമാനത്തിൽ നിന്നാണ് റവന്യൂ ചിലവിന്റെ 63% കണ്ടെത്തുന്നത്. അഖിലേന്ത്യാ ശരാശരി 54%ആണെന്നിരിക്കെയാണ് ഇത്. മാത്രമല്ല, ചില സംസ്ഥാനങ്ങൾക്ക് 30 മുതൽ 40% വരെ മാത്രമാണ് ഈ ഇനത്തിൽ ചിലവിടേണ്ടി വരുന്നത്. കഴിഞ്ഞ ബജറ്റിൽ ആന്ധ്രാപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിച്ചിരുന്നു. ഇതേ നിലപാട് കേരളത്തോടും കാണിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷവും സംസ്ഥാനത്തെ ബജറ്റിൽ പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ BJP ഇതര സർക്കാരുള്ള സംസ്ഥാനങ്ങൾക്ക് താരതമ്യേന കുറഞ്ഞ സഹായമാണ് കേന്ദ്രം അനുവദിക്കുന്നത് എന്ന ആക്ഷേപമുണ്ട്. അതേസമയം കേന്ദ്ര ബജറ്റ് ഇന്ന് അവതരിപ്പിക്കാനിരിക്കെ രാജ്യത്തെ പാചകവാതക വില കുറച്ചിരിക്കുകയാണ് എണ്ണ വിപണന കമ്പനികൾ. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിലയാണ് കുറച്ചിരിക്കുന്നത്. 19 കിലോഗ്രാം സിലിണ്ടറിന്റെ വിലയിൽ 7 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഗാർഹികാവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഡൽഹിയിൽ പുതിയ റീറ്റെയിൽ വില 1,804 രൂപയിൽ നിന്ന് 1,797 രൂപയായി കുറഞ്ഞു. വിവിധ നഗരങ്ങളിൽ വിലയിൽ വ്യത്യാസങ്ങളുണ്ടാകും. 5 മാസത്തെ വിലക്കയറ്റത്തിന് ശേഷം ജനുവരിയിൽ 14.5 രൂപയാണ് വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വിലയിൽ കുറച്ചിരുന്നത്. അതേസമയം ഗാർഹികാവശ്യത്തിനുള്ള 14 കിലോഗ്രാം പാചകവാതക സിലിണ്ടറിന്റെ വില ഡൽഹിയിൽ 803 രൂപയിൽ തുടരുകയാണ്.